ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകരെ കുറിച്ചിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള പണ്ഡിറ്റ് കർപ്പനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. പണ്ഡിറ്റ് KP കർപ്പൻ. അപ്പോൾ അദ്ദേഹം ജനിച്ചതെന്നായിരുന്നു 1885 മെയ് 24 അദ്ദേഹത്തിൻ്റെ ജനനം. പിതാവ് പാപ്പു, മാതാവ് കൊച്ചുപെണ്ണ്. പത്നിയുടെ പേരെന്തായിരുന്നു? കുഞ്ഞമ്മ. വീട്ടുപേര് സാഹിത്യകുടീരം. ഈ സാഹിത്യകുടീരം വീട്ടുപേര് ചോദിച്ചിട്ടുള്ളതാണ്. ബാല്യകാല നാമം അദ്ദേഹത്തിൻ്റെ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാല്യകാല നാമമായിരുന്നു ശങ്കരൻ. കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരാണ് കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കൊച്ചി രാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. കവിതിലകൻ, സാഹിത്യ നിപുണൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെട്ടു. ഇദ്ദേഹത്തെ കവിതിലകനെന്നും സാഹിത്യ നിപുണനെന്നും ഒക്കെ വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവായിരുന്നു പണ്ഡിറ്റ് കറുപ്പനെ കവിതിലകൻ, സാഹിത്യ നിപുണൻ എന്നിങ്ങനെ വിളിച്ചത്. അപ്പോൾ കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു. കൊച്ചി രാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. കവിതിലകൻ, സാഹിത്യ നിപുണൻ എന്നീ പേരുകളിൽ അദ്ദേഹത്തെ അറിയപ്പെട്ടു. കവിതിലകനെന്നും സാഹിത്യ നിപുണനെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവായിരുന്നു. അപ്പോൾ അരയ വംശത്തിൻ്റെ ഉന്നമനത്തിനായി പ്രയത്നിച്ച ഒരു നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യരാണ് പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ഗുരു എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട വർഷങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ളത് നോക്കാം. 1907 പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജത്തിന്റെ ഡേറ്റ് ആണ് 1907. അടുത്ത 1913 രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. ഒന്ന് കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് 1813. പിന്നെ കൊച്ചി കായൽ സമ്മേളനവും 1913. ഈ കൊച്ചി കായൽ സമ്മേളനത്തിന്റെ മറ്റൊരു പേരാണ് വള്ളം കെട്ടിയ സമ്മേളനം എന്ന് പറയുന്നത്. അതായത് കായലിന്റെ നടുക്കായിരുന്നു, വള്ളത്തിൽ വെച്ചായിരുന്നു ഈ സമ്മേളനം നടന്നത്. അന്നത്തെ കാലഘട്ടം അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെ സമ്മേളിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതിന് പകരമായിട്ടാണ് അവരപ്പം തിരഞ്ഞെടുത്ത മാർഗമാണ് കായലിൽ വെച്ച് കൊച്ചി കായൽ സമ്മേളനം എന്നറിയപ്പെടുന്നത്. ഇനി 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത്. അപ്പോൾ അഖില കേരള മഹാസഭ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭയാണ്. അത് സ്ഥാപിച്ച വർഷം എന്നാണ് 1922. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായി. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായ വർഷമാണ് 1915. അരയ സമാജം സ്ഥാപിച്ചത് 1907. 1913 രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു. കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചു. പിന്നെ കൊച്ചി കായൽ സമ്മേളനം നടന്നു. കൊച്ചി കായൽ സമ്മേളനത്തിന് മറ്റൊരു പേരാണ് വള്ളം കെട്ടിയ സമ്മേളനം. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു. പിന്നെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925. അടുത്ത സഭകൾ എന്ന് പറയുന്നത് എന്താണ്? അരയ വംശത്തിന്റെ ഉന്നമനത്തിനായി സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങളെയാണ് ഇദ്ദേഹം സഭകൾ എന്നാണ് വിളിച്ചത്. അപ്പൊ കല്യാണദായിനി സഭയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സഭയാണ്. അത് കൊടുങ്ങല്ലൂരിലാണ് കല്യാണദായിനി സഭ സ്ഥാപിച്ചത്. അടുത്ത അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട സഭകളാണ് കല്യാണദായിനി സഭ, അത് കൊടുങ്ങല്ലൂരിലായിരുന്നു. 1912 സ്ഥാപിച്ചു. 1912 ഈ സന്മാർഗ പ്രദീപ സഭ അത് കുമ്പളത്തായിരുന്നു. സുധർമ്മ സൂര്യോദയ സഭ എവിടെയായിരുന്നു ആരംഭിച്ചത്? തേവരയിലായിരുന്നു. ഇനി ബാലസമുദായ പരിഷ്കാരിണി സഭ സ്ഥാപിച്ചതും അതും തേവരയിലാണ്. 1910 ബാലസമുദായ പരിഷ്കാരിണി സഭ. ഇനി പ്രബോധ ചന്ദ്രോദയ സഭ നോർത്ത് പരവൂരിലാണ്. അരയ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂരാണ്. ബാലസേവാ സമിതി വൈക്കത്താണ് 1910. ഇപ്പൊ കല്യാണിദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ, സുധർമ്മ സൂര്യോദയ സഭ
ബാലസമുദായ പരിഷ്കരണി സഭ, പ്രബോധ ചന്ദ്രോദയ സഭ, അരയ വംശോദ്ധാരണി സഭ. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരിലായിരുന്നു. 1912 അത് സ്ഥാപിച്ചത്. സന്മാർഗ പ്രതീത സഭയുടെ സ്ഥലം എവിടെയായിരുന്നു? കുമ്പളം. സുധർമ്മ സൂര്യോദയ സഭ തേവര. ബാലസമുദായ പരിഷ്കരണി സഭ തേവര 1910. ബാലസേവാ സമിതി വൈക്കത്ത് 1910. പ്രബോധ ചന്ദ്രോദയ സഭ നോർത്ത് പരവൂരിലും അരയ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂരിലുമായിരുന്നു സ്ഥാപിച്ചത്. ജാതിക്കുമ്മി. ജാതിക്കുമ്മി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അത് 1904 എഴുതിയത്. അപ്പൊ ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ മലയാളത്തിൽ പുറത്തിറങ്ങിയ ആദ്യ പുസ്തകം എന്ന് പറയുന്നത് ഇത് അവശ്യ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും ഈ ജാതിക്കുമ്മിയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ജാതിക്കുമ്മിയുടെ പ്രത്യേകത? അവശ്യ സമുദായങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ മലയാളത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പുസ്തകമാണ് ഈ ജാതിക്കുമ്മി. ജാതിക്കുമ്മിയുടെ കർത്താവാരാണ്? ശ്രീ പണ്ഡിറ്റ് KP കറുപ്പൻ. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഉദ്യാനവിരുന്ന്, ബാലകലേശം, സ്തോത്രമന്ദാരം, സമാധി സപ്താഹം. അത് ചട്ടമ്പിസ്വാമിയുടെ സമാധിയെ അനുശോചിച്ച് അദ്ദേഹം എഴുതിയതാണ് സമാധി സപ്താഹം. സമാധി സപ്താഹം ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ്. കൂടാതെ ഉദ്യാനവിരുന്ന്, ബാലകലേശം, പിന്നെ സ്തോത്രമന്ദാരം ഒക്കെ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതിയാണ് ലങ്കാമർദ്ദനം. ലങ്കാമർദ്ദനം എന്ന് പറയുന്ന ആദ്യത്തെ കൃതിയാണ്. ആദ്യ കവിത സ്തോത്രമന്ദാരം. ഈ സ്തോത്രമന്ദാരം എന്ന് പറയുന്നത് ആദ്യ കവിതയാണ്. സ്തോത്രമന്ദാരം പണ്ഡിറ്റ് KP കറുപ്പന്റെ ആദ്യത്തെ കവിതയാണ് സ്തോത്രമന്ദാരം എന്ന് പറയുന്നത്. ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. ഇതുകൂടാതെ ലങ്കാമർദ്ദനം, പിന്നെ നൈഷധം എന്ന് പറയുന്നത് നാടകമായിരുന്നു അദ്ദേഹത്തിന്റെ. പിന്നെ ഭൈമി പരിണയം, ചിത്രലേഖ, ഉർവശി അത് വിവർത്തനമായിരുന്നു. ഇനി ശാകുന്തളം വഞ്ചിപ്പാട്ട്, കാവ്യപേടകം അത് കവിതകളാണ്. ചിത്രാലങ്കാരം, ജലോദ്യാനം, രാജരാജപർവം, വിലാപഗീതം, ജാതിക്കുമ്മി, ബാലകലേശം, പിന്നെ എഡ്വേർഡ് വിജയം നാടകമാണ്. പിന്നെ പഞ്ചവടി എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ ഒരു നാടകമാണ്. ഉലൂപോഖ്യാനം അതും നാടകമാണ്. കൈരളി കൗതുകം 3 ഭാഗങ്ങളായിരുന്നു, അതും നാടകമാണ്. പിന്നെ ആചാരഭൂഷണം. ഇത്രയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ എന്ന് പറയുന്നത്. ലങ്കാമർദ്ദനം, നൈഷധം, ഭൈമി പരിണയം, ചിത്രലേഖ, ഉർവശി, ശാകുന്തളം വഞ്ചിപ്പാട്ട്, കാവ്യപേടകം, ചിത്രാലങ്കാരം, ജലോദ്യാനം, രാജരാജപർവം, വിലാപഗീതം, ജാതിക്കുമ്മി, ബാലാകലേശം, പിന്നെ എഡ്വേർഡ് വിജയം അത് നാടകമാണ്. പഞ്ചവടിയും നാടകമാണ്. പഞ്ചവടി അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഉലൂപോഖ്യാനം അത് നാടകമാണ്. കൈരളി കൗതുകവും പിന്നെ ആചാരഭൂഷണം. ഇനി ഉദ്യാനവിരുന്ന്. ആ ഉദ്യാനവിരുന്ന് എന്ന് പറയുന്നത് മദ്രാസ് ഗവർണർക്കായി നടത്തിയ കൊച്ചി രാജാവിന്റെ വിരുന്നിന് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെട്ടില്ല. ഈ പണ്ഡിറ്റ് KP കറുപ്പനെ അദ്ദേഹം കൊച്ചി രാജാവ് ക്ഷണിച്ചില്ല. അതിന്റെ പ്രതിഷേധത്തിൽ അദ്ദേഹം എഴുതിയ കൃതിയാണ് ഉദ്യാനവിരുന്ന് എന്ന് പറയുന്നത്. അപ്പൊ മദ്രാസ് ഗവർണറിനെ കൊച്ചി രാജാവ് വിരുന്നിനായിട്ട് ക്ഷണിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹത്തെ KP കറുപ്പനെ പണ്ഡിറ്റ് കറുപ്പനെ ക്ഷണിച്ചില്ല. അതിനായിട്ടുള്ള പ്രതിഷേധത്തിൽ അദ്ദേഹം എഴുതിയതാണ് ഉദ്യാനവിരുന്ന്. അടുത്ത ആചാരഭൂഷണം എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം. മഹാസമാധി എന്ന് പറയുന്നത് TK മാധവന്റെ നിര്യാണത്തിനെ ചൊല്ലി അദ്ദേഹം എഴുതിയതാണ്. അതിന്റെ ദുഃഖത്തിൽ എഴുതിയാണ് മഹാസമാധി. ബാലകലേശം എന്ന് പറയുന്ന നാടകമാണ്. അത് കൊച്ചി രാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രാജാവിനെ കേന്ദ്ര കഥാപാത്രമാക്കി പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയ നാടകമാണ് ബാലകലേശം. അപ്പം ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൊച്ചി രാജാവിന്റെ ഷഷ്ടിപൂർത്തിയോട് അനുബന്ധിച്ച് രാജാവിനെ കേന്ദ്ര കഥാപാത്രമാക്കി പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയ നാടകം ഏതാണെന്ന് ചോദിച്ചാൽ ബാലകലേശമാണ് അതിന്റെ ആൻസർ. ഇനി അദ്ദേഹം മരിച്ചത് പ്ലൂറസി എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചായിരുന്നു. സ്മാരകം ചേരാനെല്ലൂരാണ്. അദ്ദേഹം ജനിച്ചതും ചേരാനെല്ലൂരാണ്. അപ്പം അദ്ദേഹത്തിന്റെ സ്മാരകവും ചേരാനെല്ലൂരാണ്. പിന്നെ പണ്ഡിറ്റ് KP കറുപ്പന്റെ സ്മാരക ഗ്രാമീണ വായനശാല അതും ചേരാനെല്ലൂരിലാണ്. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സ്ഥിതി ചെയ്യുന്നത്. ഇനി കുറച്ച് PYQ നോക്കാം. ബാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ.
പിന്നെ പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ച വർഷം 1907. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏതായിരുന്നു? കല്യാണദായിനി സഭയാണ്. അത് 1913. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയതാണ് സുഗതകുമാരി. കവിതിലക പട്ടം നൽകിയത് ആരാണ്? കൊച്ചി മഹാരാജാവാണ് ഈ പണ്ഡിറ്റ് KP കറുപ്പന് കവിതിലക പട്ടം നൽകിയത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ജീവചരിത്രമാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും. എഴുതിയത് ഗോപിനാഥ് പനങ്ങാടാണ്. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ചിട്ടുള്ള ജീവചരിത്രമാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും. അത് എഴുതിയതാണ് ഗോപിനാഥ് പനങ്ങാട്. അപ്പം ഇത്രയായിരുന്നു. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. അദ്ദേഹം മരിച്ച ഡേറ്റ് 1938 മാർച്ച് 23 അദ്ദേഹം മരിച്ചത്. നമ്മൾ പറഞ്ഞു പ്ലൂറസി എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചായിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കാം. ജനനം എന്നായിരുന്നു പണ്ഡിറ്റ് KP കറുപ്പൻ്റെ? 1885 മെയ് 24 ആയിരുന്നു. മരണം 1938 മാർച്ച് 23. പിതാവിൻ്റെ പേര് പാപ്പു, മാതാവിൻ്റെ പേര് കൊച്ചുപെണ്ണ്, പത്നിയുടെ പേര് കുഞ്ഞമ്മ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് സാഹിത്യകുടീരം. സാഹിത്യകുടീരം എന്നുള്ളത് ഏത് നവോത്ഥാന നായകന്റെ വീടാണെന്ന് ചോദിച്ചാൽ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. ബാല്യകാല നാമമായിരുന്നു ശങ്കരൻ. കണ്ടത്തിൽ പറമ്പിൽ പാപ്പു കറുപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു. കൊച്ചി രാജ്യത്ത് നിന്നുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ്. കവിതിലകനും സാഹിത്യ നിപുണനും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവായിരുന്നു. കവിതിലകൻ, സാഹിത്യ നിപുണൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്ത് അരയവംശത്തിന്റെ ഉന്നമനത്തിനായി പ്രയത്നിച്ച നവോത്ഥാന നായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യർ. പിന്നെ പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കാം. അരയ സമാജം സ്ഥാപിച്ചത് 1907. 1913 കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത്. കൊച്ചി കായൽ സമ്മേളനം നടന്ന 1913. അതിന്റെ മറ്റൊരു പേരാണ് വള്ളം കെട്ടിയ സമ്മേളനം. ഇനി അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ച 1922. അത് സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത് 1925. 1925 ശ്രീ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത്. അടുത്ത അദ്ദേഹത്തിന്റെ സഭകൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? അരയവംശത്തിന്റെ ഉന്നമനത്തിനായി സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങളെയാണ് സഭകൾ എന്ന് പേരിട്ടത്. അതിൽ പ്രധാനപ്പെട്ട കല്യാണദായിനി സഭ, അത് കൊടുങ്ങല്ലൂരിലായിരുന്നു. കല്യാണദായിനി സഭയുടെ ഡേറ്റ് 1912. സന്മാർഗ പ്രദീപ സഭ കുമ്പളം, സുധർമ്മ സൂര്യോദയ സഭ തേവര, ബാലസമുദായ പരിഷ്കാരണി സഭ തേവര 1910. ബാലസേവാ സമിതി വൈക്കത്തായിരുന്നു 1910. പ്രബോധ ചന്ദ്രോദയ സഭ നോർത്ത് പറവൂർ. പിന്നെ അരയവംശോദ്ധാരിണി സഭ എങ്ങണ്ടിയൂർ. ജാതിക്കുമ്മി 1904. ജാതിക്കുമ്മി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. ജാതിക്കുമ്മി 1904. ജാതി വ്യവസ്ഥയ്ക്ക് എതിരെ മലയാളത്തിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ പുസ്തകമാണ്. അവശ്യ സമുദായങ്ങളുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന കൃതിയും ജാതിക്കുമ്മിയാണ്. ഉദ്യാനവിരുന്ന്, ബാലകലേശം, സ്തോത്രമന്ദാരം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. സമാധി സപ്താഹം, ചട്ടമ്പിസ്വാമിയുടെ സമാധിയെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളതാണ് സമാധി സപ്താഹം. ആദ്യ കൃതി ലങ്കാമർദ്ദനമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കൃതി എന്ന് പറയുന്നത്. ആദ്യ കവിത സ്തോത്രമന്ദാരം. കൂടാതെ നൈഷധം, ഭൈമീകവരിണയം, ചിത്രലേഖ, പിന്നെ ഉർവശി, ശാകുന്തളം വഞ്ചിപ്പാട്ട്, കാവ്യപേടകം, ചിത്രാലങ്കാരം, ജലോദ്യാനം, പിന്നെ രാജരാജവർഗം, വിലാപഗീതം, ജാതിക്കുമ്മി, ബാലകലേശം, എഡ്വേർഡ് വിജയം, പഞ്ചവടി, ഉലൂപോഖ്യാനം, പിന്നെ കൈരളി കൗതുകം, ആചാരഭൂഷണം ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളായിരുന്നു. ഉദ്യാന വിരുന്നെന്ന് പറയുന്ന മദ്രാസ് ഗവർണർക്കായി നടത്തിയ കൊച്ചി രാജാവിന്റെ വിരുന്നിന് പണ്ഡിറ്റ് കറുപ്പനെ ക്ഷണിക്കാത്തതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ എഴുതിയതാണ് ഉദ്യാന വിരുന്ന്. ആചാരഭൂഷണം എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള കൃതിയാണ് മഹാസമാധി. TK മാധവന്റെ നിര്യാണത്തെ ചൊല്ലിയിട്ട് എഴുതിയിട്ടുള്ളതാണ് മഹാസമാധി. ബാലകലേശം നാടകമാണ്. കൊച്ചി രാജാവിന്റെ ഷഷ്ടി പൂർത്തിയോടനുബന്ധിച്ച് രാജാവിനെ കേന്ദ്ര കഥാപാത്രമാക്കി ശ്രീ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ നാടകമാണ് ബാലകലേശം. ഇനി അദ്ദേഹത്തിന്റെ മരണം പ്ലൂറസി എന്ന് പറയുന്ന രോഗം ബാധിച്ചായിരുന്നു. സ്മാരക സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂർ, എറണാകുളം ജില്ലയിൽ ചേരാനെല്ലൂരിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരിലാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ആരയ സമാധി സ്ഥാപിച്ച 1907. പിന്നെ കേരളത്തിന്റെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നു. ബാലസമുദായ പരിഷ്കാരണി സഭ സ്ഥാപിച്ചതും KP കറുപ്പനാണ്. കല്യാണദായിനി സഭയാണ് അദ്ദേഹത്തെ സ്ഥാപിച്ച ആദ്യത്തെ സഭ എന്ന് പറയുന്നത്.
പിന്നെ ആദ്യത്തെ പണ്ഡിറ്റ് KP കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിയായിരുന്നു. സുഗതകുമാരി. കവിതിലക പട്ടം ലഭിച്ചത് ആരുടെ കയ്യിൽ നിന്നായിരുന്നു? കൊച്ചി മഹാരാജാവിന്റെ കയ്യിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും. എഴുതിയത് ഗോപിനാഥ് പനങ്ങാട്. ഇത്രയായിരുന്നു പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. നന്നായിട്ട് നോക്കുക. താങ്ക്